തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അഞ്ജു, ഒരുപക്ഷെ ഏറ്റവും മൃഗീയമായ കൊലപാതകങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പോഴും ഈ ഭീഷണിയും അതോടൊപ്പം തന്നെ ഈ തെറിവിളിയും ഒക്കെ തുടരുകയാണ് ഈ കുടുംബത്തിന് നേരെ. പോലീസ് എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്? ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഈ കൊന്നിട്ടും പക തീരുന്നില്ല എന്നത് തന്നെയാണ് അഖിൽ വധവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും തുടരുന്ന സാഹചര്യം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. 2024 മെയ് 10-നാണ് അഖിലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒരുപക്ഷെ അന്ന് പുറത്തു വന്നിട്ടുള്ള CCTV കണ്ട് ഒരുപക്ഷെ തരിച്ചു നിന്നിട്ടുണ്ടാവാം ഓരോരുത്തരും. അത്ര അതിക്രൂരമായിട്ടാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നത്. അതും അന്ന് രാവിലെ തന്നെ, അതായത് ഈ 10-ാം തീയതി വൈകിട്ടോടുകൂടി 5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് 6 തവണയിലധികമാണ് കരിങ്കല്ല് കൊണ്ട് അഖിലിന്റെ തലക്കടിച്ചത്. ബോധരഹിതനായിട്ടും കമ്പിവടി അടക്കം ഉപയോഗിച്ചുകൊണ്ട് മാരകമായിട്ടാണ് മുറിവേൽപ്പിക്കുന്ന സാഹചര്യമുള്ളത്. തലയോട്ടി പിളർന്നുകൊണ്ടാണ് അഖിലിനെ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് എത്രത്തോളം ക്രൂരമായിരുന്നു എന്നത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ 8 മാസം പിന്നിട്ടു. ഈ പ്രതികളെ പിടികൂടുന്ന ഈ CCTV ദൃശ്യങ്ങൾ കണ്ട ഉടൻ തന്നെ പോലീസ് മനസ്സിലാക്കിയായിരുന്നു ലഹരി സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇത് ചെയ്തതെന്ന്. പിന്നീട് അവർക്കായിട്ടുള്ള തിരച്ചിലിനൊടുവിൽ ചെയ്ത 4 പേരിലായിരുന്നില്ല, 8 പേരിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 8 പ്രതികളെയും തമിഴ്നാട് ഉൾപ്പെടെ പോലീസിന്റെ അന്വേഷണ സംഘം ഷാഡോ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വലിയ തരത്തിലായിരുന്നു ഇവരെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിടിയിലായിട്ടും ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളാണ് മുൻപ് 5 വർഷങ്ങൾക്ക് മുമ്പ് അനന്തു കൊലക്കേസിലെയും 2019 ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അനന്തുവിനെയും തല്ലിക്കൊന്ന കേസിലെ പ്രതികൾ. അപ്പോൾ ഇവർ ഇപ്പോഴും ഇവരുടെ കൂട്ടാളികൾ, ഈ ലഹരി സംഘത്തിലെ കൂട്ടാളികൾ പുറത്തുണ്ട്. അവരിൽ നിന്ന് വലിയ തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോഴും അഖിലിന്റെ കുടുംബം നേരിടുന്നത്. അത് അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് മലയാളത്തോട്. മാത്രമല്ല അവർ അത് പോലീസിലും പരാതിപ്പെടുന്നുണ്ട്. ഈ മരണത്തിന് ശേഷം പിന്നാലെ കുടുംബം പരാതി നൽകിയതിനു ശേഷം തുടരെയാണ് വീട്ടിന്റെ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കുന്നത് സാധാരണ രീതിയിലല്ല, തല്ലിക്കൊല്ലുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ അഖിലിന്റെ അച്ഛൻ ഇപ്പോൾ സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നുകിൽ അഖിലിനെ അന്ന് അവിടെ വെച്ച് കൊല്ലാൻ സാധിച്ചിട്ടുണ്ടായില്ലെങ്കിൽ വീട്ടിൽ കയറിയെങ്കിലും കൊല്ലുമെന്നായിരുന്നു അവർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിക്രൂരമായിട്ടാണ് ഈ ലഹരി സംഘങ്ങൾ ഓരോ ചെറുപ്പക്കാരോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ പലതും നമ്മുടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, പല ജില്ലകളിൽ നിന്നുൾപ്പെടെ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ ഇതിനെ ഇനിയെങ്കിലും പോലീസ് തടയിടാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇനിയും ഓരോ യുവാക്കളുടെ ജീവനും കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മാത്രം ഓപ്പറേഷനുകളും ഓപ്പറേഷൻ ആഗ് ഉൾപ്പെടെ ഓപ്പറേഷൻ ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ട് കാര്യമുണ്ടാകില്ല. കാരണം മരണത്തിന് ശേഷം ഇത്രയും ഓപ്പറേഷനുകൾ സാധാരണമാണ്. അഖിലിന്റെ മരണത്തിന് ശേഷമാണ് പിന്നീട് തലസ്ഥാനത്തുൾപ്പെടെ പലയിടങ്ങളിലുമായിട്ട് ഈ ഓപ്പറേഷൻ ഡി ഹണ്ടും ഓപ്പറേഷൻ ആഗും ഉൾപ്പെടെ പോലീസ് വീണ്ടും നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ സമൂഹത്തെ വലിഞ്ഞു മുറുങ്ങിയിട്ടുള്ള ഈ ലഹരി മാഫിയയെ പെട്ടെന്ന് തുടച്ചു നീക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഓരോ ആക്രമണങ്ങളും വെളിവാക്കുന്നത്. അതിനെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവും കാണാം. പക്ഷേ ഈ കുടുംബം ഇത്രയും ഭീഷണി തുടരുന്ന സാഹചര്യമാണ്. ഇവരിൽ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ഉൾപ്പെടെ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അവർ കൊല്ലുമെന്നാണ് ഇപ്പോഴും ആ കുടുംബം കരുതുന്നത്. കാരണം അത്രക്ക് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ്. പോലീസ് പ്രൊട്ടക്ഷൻ ഇപ്പോഴും എല്ലാ ദിവസവും ആ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശദീകരണമുള്ളത്. എന്തായാലും 2024 മെയ് 10-ാം തീയതി നടന്ന ആ കൊലപാതകത്തിന് ശേഷം ഇപ്പോഴും ആ കുടുംബം ഭീതിയിലാണ് കഴിയുന്നത്. മകന്റെ മരണത്തിന്റെ നഷ്ടം, അതായത് തീരാ നഷ്ടം ഉൾക്കൊള്ളാൻ പോലും ഇപ്പോഴും കഴിയാത്ത അച്ഛനും അമ്മയുമാണ്. അതിനിടയിലാണ് ഈ ലഹരി സംഘത്തിന്റെ കൊലവിളി കൂടി ആ കുടുംബം താങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഗൗതം.